ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാത്തതിൻ്റെ കാരണം പാപമാണ് എന്ന വലിയൊരു വസ്തുത ഇവിടെ പൗലോസ് ഊന്നി പറയുകയാണ്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നന്മ പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിലും അവരുടെ പ്രവൃത്തികൾ തിന്മയായത് ആയി മാറുകയാണ്. പൗലോസ് വിശദീകരിക്കുന്നുണ്ട്, എൻ്റെ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന പാപപ്രമാണം അത് ബുദ്ധിക്കെതിരെ പോരാടുന്ന വേറൊരു പ്രമാണമാണ്. ബുദ്ധിയുടെ പ്രമാണത്തിനെതിരെ പോരാടുന്ന വേറൊരു പ്രമാണം, എൻ്റെ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന പാപത്തിൻ്റെ പ്രമാണം. പാപത്തിൻ്റെ ഈ പ്രശ്നത്തെപ്പറ്റി പൗലോസ് ഇവിടെ മനോഹരമായി വേർതിരിച്ച് കാണിച്ച് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ വളരെയധികം പ്രമാണങ്ങൾ നമുക്കറിയാം. ഭൂഗുരുത്വാകർഷണം എന്ന ഒരു പ്രമാണം അതുപോലൊന്നാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ ഈ പ്രമാണത്തിന് എതിരായ ഒരു പ്രമാണം എയറോഡൈനാമിക്സ് ഫോഴ്സ്. ഈ പ്രമാണം ഉപയോഗിച്ച് വളരെ ഭാരമുള്ള, വളരെ വലിപ്പമുള്ള വിമാനങ്ങളെ ആകാശത്തിലേക്ക് ഉയർത്തുകയാണ്. താഴേക്ക് വലിക്കുന്ന ഭൂഗുരുത്വത്തിന് എതിരെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന എയറോഡൈനാമിക് ഫോഴ്സ്. പ്രിയരെ, ഇതുപോലെയാകുന്നു നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പാപത്തിൻ്റെ പ്രമാണം. നമ്മെ പരാജയത്തിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഏതു പരാജയത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മ ശക്തിയിൽ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുകയാണ്. മനുഷ്യൻ്റെ ബലഹീനതയാൽ കഴിയാതെ പോയതിനെ സാധിപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് എൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. അവൻ്റെ അത്യന്ത ശക്തിയുടെ വലിപ്പം എന്നെ ഏത് ഉയരത്തിലേക്കും കുതിച്ചുയർന്ന് പോകുവാൻ ശക്തി നൽകുകയാണ്. ഈ വലിയവനായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇനി പരാജയമില്ല. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവിൻ്റെ പ്രമാണം സകല പരാജയങ്ങളെയും പിന്തള്ളി വിജയത്തിലേക്ക് ഉയരുവാൻ എന്നെ സഹായിക്കുകയാണ്. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ കരയറ്റുകയാണ്.